ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബൈക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സർവീസ് ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ ഒരു 750 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൽ ചെയ്യും. ഒരുപാട് പേർക്ക് അതെന്തിനാണ് ചെയ്യുന്നത്, അത് നഷ്ടമല്ലേ, പുതിയ വണ്ടി ഇത്രയും നേരത്തെ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത വരാം. ഒരുപാട് പേർക്ക് അറിയായിരിക്കും അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പുതിയ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് പുതിയതായിരിക്കും. എന്നാലും നമ്മളത് ഒരു 1000 കിലോമീറ്ററിൽ മാറ്റും. നമ്മൾ നോക്കുമ്പോൾ അത് കറുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാണത് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വണ്ടിയുടെ എൻജിൻ പാർട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ഫിറ്റിങ്ങിലായിരിക്കും. അതിൻ്റെ സീറ്റിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അതായത് ഒരു വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ മാത്രമേ അതിൻ്റെ എൻജിൻ പാർട്സ് ഫ്രീ ആവത്തുള്ളൂ. പുതിയൊരു വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 750 കിലോമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ എൻജിൻ പാർട്സ് ഫ്രീ ആവാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആവാൻ എടുക്കുന്ന സമയത്ത് അതിലൊരുപാട് മെറ്റാലിക് പാർട്സ് ആ ഓയിലിൽ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ ഓയിലിൽ ഒരുപാട് മെറ്റാലിക് പാർട്സ് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഓയിൽ പുറമേ കളർ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഓയിലിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. കാരണം മെറ്റൽ പാർട്സ് എല്ലാം തന്നെ ആ എൻജിൻ ഓയിലിൽ കാണും. അപ്പോൾ ആ എൻജിൻ ഓയിൽ യൂസ് ചെയ്ത് നമ്മൾ പിന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റൽ പാർട്സ് ഓയിലിൽ കിടന്നിട്ട് അതിൻ്റെ നമ്മുടെ ഓയിൽ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കയറി അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഓയിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുന്നതിന് കാരണമാണ്. കാരണം നമുക്ക് എൻജിൻ എന്ന് പറയുന്ന ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 750 കിലോമീറ്റർ നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫസ്റ്റ് സർവീസ് വരെ നമ്മളൊരു മയത്തിലൊക്കെ വണ്ടി ഓടിച്ചാൽ മാത്രമേ നമുക്ക് ആ വണ്ടി കുറേ നാൾ ഉപയോഗിക്കാനും ആ വണ്ടിയുടെ പെർഫോമൻസ്, മൈലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ വേറെ ചെയ്യാം. അതായത് വണ്ടിയുടെ 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഫസ്റ്റ് സർവീസിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കാതിരിക്കുക. ഓയിൽ കറുത്തിട്ടില്ലല്ലോ, മാറേണ്ട ആവശ്യമില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിലൊരു ഉഴപ്പ് കാണിക്കാതിരിക്കുക. മാത്രമല്ല, സർവീസ് സ്റ്റേഷനിൽ നിങ്ങൾ വണ്ടി കൊടുക്കുമ്പോൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളതിൽ ഉറപ്പായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വണ്ടി തുടർന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് നിങ്ങൾ വണ്ടി കൊടുക്കുന്നത് കാലം വരെ അല്ലെങ്കിൽ നിങ്ങൾ ആ വണ്ടി മാറ്റുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ വണ്ടി നല്ലതുപോലെ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അറിഞ്ഞിടാത്തവർക്ക് ഇതൊരു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.